ഹായ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ആവശ്യമുള്ള എടുത്താൽ മതി കേട്ടോ, ഇത് ചെറുതാണ്. പിന്നെ ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, ഒരു പച്ചമുളക്. നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഓയിലും ചേർത്ത് വെച്ചിട്ട് മക്രോണി അതിൽ ചേർത്തെടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലുള്ള മസാല റെഡി എടുക്കാം. എന്നിട്ട് പാന് ചൂടായിട്ട് പാനത്തിൽ നമ്മൾ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചൂടായിരുന്ന നെയ്യ്ക്ക് നമുക്ക് പച്ചമുളക് കൊടുക്കാം. അതൊക്കെ ഉള്ളി കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കൊടുക്കാം. ഉള്ളിയൊന്ന് വാടി വന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം സോട്ടാക്കി ഇതിൽ ഉപ്പൊക്കെ ഇട്ടുണ്ട്. ആവശ്യത്തിന് കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ള കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് അല്ല, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് അത് അരിഞ്ഞിട്ട് എണ്ണയിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. കുറച്ച് ചേർക്കാം. ഇതിലേക്ക് ഒരു അര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ല സ്പൈസ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി ഇതന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു സ്പൂൺ നമ്മൾ സോയ സോസ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇറക്കി കൊടുക്കാം. അതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് മക്രോണി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഇറക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇറക്കി കൊടുത്തേക്കാം. ഈ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് പിന്നെ മക്രോണി ചേർക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഈ പാത്രത്തിൻ്റെ സൈഡിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ട ഏകദേശം ആയിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മക്രോണി കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്നത്. നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.